സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. ഇത്തവണ സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത് ആലപ്പുഴ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പതിവ് തെറ്റിക്കാതെ വിപുലമായ പരിപാടികളാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. നാടിന്റെ ഉത്സവമാക്കി പരിപാടിയെ മാറ്റിയെന്ന് പ്രവേശനോത്സവത്തിന്റെ മുഖ്യ സംഘാടകൻ പി ചിത്തരഞ്ജൻ MLA മീഡിയ വണ്ണോട്. ആലപ്പുഴയിൽ നിന്നും യു ഷൈജുവിന്റെ റിപ്പോർട്ടാണ്. അവധിയുടെ ആലസ്യമൊക്കെ വിട്ട് ഒഴിഞ്ഞ് ഇനി സ്കൂൾ പഠനങ്ങളുടെ തിരക്കിലേക്ക് വിദ്യാർത്ഥികൾ മാറുകയാണ്. നാളെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ എന്ന തീരദേശ ജില്ലയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. കുട്ടികളെ വരവേൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. 9 മണിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടാണ് പുതിയ കുട്ടികളെ സ്കൂളിലേക്ക് ആനയിക്കുക. അതിനുശേഷം മുഖ്യമന്ത്രി എത്തും. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടക്കും. അതിനുശേഷം പ്രതിപക്ഷ നേതാവ്, MP-മാർ, മന്ത്രിമാർ, MLA-മാർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന യോഗം നടക്കും. ആ യോഗത്തിൽ വെച്ച് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം കുട്ടികളുമായുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. ഉച്ചയോടുകൂടി 3000-ലധികം പേർക്ക് വരുന്ന സദ്യ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണയും. ഒന്നാം ദിവസം, സ്കൂൾ തുറക്കുന്നതിന്റെ ഒന്നാം ദിവസം മഴ മാറി നിൽക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ പ്രവചനമൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് ആലപ്പുഴ ഉള്ളത്. അതുകൊണ്ട് നാളെയും ഇതേ കാലാവസ്ഥ തുടരും എന്നാണ് ഇന്നലെ തന്നെ ഈ മുഖ്യ സംഘാടകനായിരുന്ന പി ചിത്തരഞ്ജൻ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അത് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുന്ന ഒരു കാഴ്ച ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് തന്നെ മാനം തെളിഞ്ഞ ഒരു ആലപ്പുഴയാണുള്ളത്. നാളെയും ഇങ്ങനെ തെളിഞ്ഞ് ഇന്ന് കുട്ടികളെ വരവേൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. വലിയ ആവേശത്തോടും സന്തോഷത്തോടും കൂടെയാണ് പ്രവേശനോത്സവത്തെ വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം, അതിൻ്റെ ഒരു അധ്വാനം. അതുകൊണ്ടാണ് മനസ്സിൽ തട്ടി പറഞ്ഞത് നാളെയും അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുമെന്നുള്ളത്. അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത്തവണത്തെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സർക്കാർ 2-ാം തീയതി ഔദ്യോഗികമായി ഈ ദിനം പ്രഖ്യാപിച്ചെങ്കിലും അതിന് വളരെ മുമ്പ് തന്നെ ആലപ്പുഴയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച് ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചതിന് ശേഷം വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ്. പ്രത്യേകിച്ച് ആ സ്കൂളിലെ അധ്യാപകർ കാണിക്കുന്ന ഒരു താല്പര്യം. രക്ഷകർത്തൃ സമിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടുള്ളവർ യാതൊരു ജോലിക്കും പോകാതെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത്, നമ്മുടെ അധ്യാപക രക്ഷകർത്തൃ സംഘടനയൊക്കെ എങ്ങനെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് കലവൂർ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയുണ്ടായി. സാധാരണഗതിയിൽ ഇപ്പോൾ പല പരിപാടികൾ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുക. ഇവിടെ പക്ഷേ സദ്യക്കുള്ള വിഭവം തിരക്കി പട്ടണത്തിലേക്ക് ഇറങ്ങുന്നു. ആളുകളെ നേരിട്ട് ക്ഷണിക്കാണ്ട് 52 സ്കൂളുകൾ നടന്നിരിക്കുന്നു. പൂർവ്വ അധ്യാപകരെ ആദരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നാടൻ രീതിയിലാണ് ഇത്തവണത്തെ ഈ പ്രവേശനോത്സവത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ നടത്തിയത്. ഈ പൊതുവിദ്യാലയങ്ങളോടുള്ള താല്പര്യം കുട്ടികളിലും രക്ഷകർത്താക്കളിലും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നിലയിലാണ് കോരിച്ചൊരിയുന്ന മഴയത്താണ് 5 ദിവസക്കാലം ഓരോ ഡിവിഷനിലെയും വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് അവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ PTA പ്രവർത്തകരും ജനപ്രതിനിധികളും MLA എന്നുള്ള നിലയിൽ ഞാനൊരു ദിവസം വീടുകളിൽ പോയി. അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ അടക്കം റിയാസ് പോയി, പഞ്ചായത്ത് അംഗങ്ങൾ പോയി, PTA ഭാരവാഹികൾ പോയി. ഇത് ആൾക്കാർക്കൊരു വലിയ പുതുമയാണ്. കാരണം നമ്മൾ കുട്ടികളെ ക്ഷണിക്കുവാൻ, അവരുടെ രക്ഷകർത്താക്കളെ ക്ഷണിക്കുവാൻ വീടുകളിലേക്ക് ചെല്ലും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇതിന് വേണ്ടി വരുന്ന ഈ 10,3500 പേർക്ക് വേണ്ടി വരുന്ന സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പണം ആരും തരണ്ട, എന്തെങ്കിലും സാധനം വാങ്ങിത്തരണം. ഈ കത്ത് കൊടുക്കാൻ ചെന്നപ്പോഴുള്ള പ്രതികരണം, അതിൽ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. അത് ഏറ്റുവാങ്ങാൻ ചെന്നപ്പോൾ ഓരോ സ്ഥാപനവും അല്ല ഒരു വ്യക്തിയും അവർക്കുള്ള സാധനങ്ങൾ അവരെ കൊണ്ട് കഴിയുന്നത് ഒരു മാറ്റി വെച്ചിരുന്നു. അതാണ് നമ്മൾ സമാഹരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൈവളി ശരിയാണ്. നമ്മുടെ ഒരു ജനകീയമായ ഇതൊന്നും ഇവന്റ് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏജൻസികളെ ഏൽപ്പിച്ച് നമ്മൾ യാന്ത്രികമായി നടത്തേണ്ടതല്ല. നമ്മൾ ഏൽപ്പിക്കുന്നൊരു ഉത്തരവാദിത്വം, ചുമതല. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനം നടക്കുമ്പോൾ അത് നാട്ടിലാകെ അവിടെ പങ്കാളിത്തം, അവരുടേതാണ് ഈ പരിപാടി എന്നുള്ളൊരു തോന്നലുണ്ടാകണമെങ്കിൽ തീർച്ചയായും അവർക്കെല്ലാം പങ്കാളിത്തം കൊടുത്തുകൊണ്ട് അവരെയും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് പോയാൽ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്
ഞങ്ങൾ ഈ നിലയിലുള്ള ഒരു സംഘാടനം തീരുമാനിച്ചത്. ജനപ്രതിനിധികൾ ഇത്തരത്തിൽ നാട്ടിലൊരു ആഘോഷമാക്കി മാറ്റുമ്പോൾ കലവൂർ സ്കൂളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു ക്ലാസ് മുറികളും വിദ്യാർത്ഥികളെ നാളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള കിരീടം, അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റുപകരണങ്ങൾ, ഇതൊക്കെ കടലാസ് വെട്ടിയും അത് ഒട്ടിച്ചും അത് കോർത്തിടക്കിയും ഒക്കെ അങ്ങേയറ്റം പ്രകൃതി സൗന്ദര്യാത്മകമായി ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ചെയ്തു കൂട്ടുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ നയം കൂടി വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സ്വീകരണ പരിപാടി കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർ മറുവശത്ത് അതിന്റെ ക്രാഫ്റ്റ് വർക്കുകൾ നടത്തുന്നതും